എസെക്കിയേലിൻ്റെ പുസ്തകം 27-ാം അധ്യായം. ടയറിനെക്കുറിച്ച് വിലാപഗാനം. കർത്താവ് എന്നോട് അരുളിച്ചെയ്തതിനും, മനുഷ്യപുത്ര, ടയറിനെക്കുറിച്ച് വിലാപഗാനം ആലപിക്കുക. സമുദ്രമുഖത്ത് സ്ഥിതി ചെയ്ത് അനേകം ദ്വീപുകളിലെ ജനങ്ങളുടെ വ്യാപാര കേന്ദ്രമായിരുന്ന ടയറിനോട് പറയുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, ടയർ, അവികല സൗന്ദര്യത്തിന് തിടമ്പ് എന്ന് നീ അഹങ്കരിച്ചു. നീ അതിർത്തികൾ സമുദ്രത്തിൻ്റെ ഹൃദയഭാഗത്താണ്. നിന്റെ നിർമ്മാതാക്കൾ നിന്റെ സൗന്ദര്യം തികവുറ്റതാക്കി. സെനീറിലെ സരളമരം കൊണ്ട് അവർ നിന്റെ തട്ടുപലകൾ ഉണ്ടാക്കി. ലെബനോനിലെ ദേവദാരു കൊണ്ട് അവർ നിനക്ക് പായ്മരം നിർമ്മിച്ചു. ബാഷാനിലെ കരിവേല കൊണ്ട് അവർ നിനക്ക് തുഴയുണ്ടാക്കി. സൈപ്രസ് തീരത്ത് നിന്ന് ഉള്ള കാറ്റാടിമരത്തിൽ ആനക്കൊമ്പ് പതിച്ച് അവർ നിനക്ക് മേൽത്തട്ടൊരുക്കി. നിന്റെ കപ്പൽപ്പായ് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ചിത്രാലങ്കൃതമായ ചണവസ്ത്രങ്ങളുമായിരുന്നു. അതായിരുന്നു നിന്റെ അടയാളം. എലീഷാദ്വീപിൽ നിന്നുള്ള നീലാംബരവും ധൂമ്രപടവും ആയിരുന്നു നിന്റെ ആഭരണം. സീദോനിലെയും തീർവാലിലെയും അർവാദിലെയും നിവാസികളായിരുന്നു നിന്റെ 2 വരിക്കാർ. സേമറിൽ നിന്ന് വന്ന വിദഗ്ധരായ കപ്പിത്താന്മാർ നിനക്കുണ്ടായിരുന്നു. ഗബാദിലെ ശ്രേഷ്ഠന്മാരും നിപുണന്മാരും നിനക്ക് ഓരായപ്പണി ചെയ്യുവാനുണ്ടായിരുന്നു. സമുദ്രത്തിലെ എല്ലാ കപ്പലുകളും കപ്പൽക്കാരും നീയുമായി കച്ചവടം ചെയ്യാൻ വന്നിരുന്നു. പേർഷ്യ, ലൂദ്, പൂത് എന്നിവിടങ്ങളിൽ നിന്നുള്ളവർ നിന്റെ സൈന്യത്തിലുണ്ടായിരുന്നു. അവർ അവരുടെ പരിചയും പടത്തോപ്പിയും നിന്നിൽ തൂക്കിയിട്ടു. അവർ നിനക്ക് മഹിമ ചാർത്തി. അർവാദിലെയും ഹേദാക്കിലെയും ജനങ്ങൾ നിനക്ക് ചുറ്റുമുള്ള മതിലുകളിലും ഗോമാറിലെ ജനങ്ങൾ നിന്റെ ഗോപുരങ്ങളിലും കാവൽ നിന്നു. അവർ അവരുടെ പരിചകൾ നിനക്ക് ചുറ്റും മതിലുകൾ തൂക്കി. നിന്റെ സൗന്ദര്യം അവർ പൂർത്തിയാക്കി. നിന്റെ എല്ലാ തരത്തിലുമുള്ള സമ്പത്ത് കൊണ്ട് താർഷീഷുകാർ നീയുമായി വ്യാപാരത്തിന് വന്നു. വെള്ളി, ഇരുമ്പ്, വെള്ളീയം, കാരീയം എന്നിവ അവർ നിനക്ക് ചരക്കുകൾക്ക് പകരം തന്നു. യാവാൽ, തൂബാത്ത്, മെഷേക്ക് എന്നീ രാജ്യങ്ങളുമായി നീ വ്യാപാരത്തിൽ ഏർപ്പെട്ടു. അവർ നിന്റെ ചരക്കുകൾക്ക് പകരം ആളുകളെയും ഒട്ടുപാത്രങ്ങളും തന്നു. ബേത്ത് ഗോത്തോർ കുതിരകളെയും പടക്കുതിരകളെയും കോവർക്കഴുതുകളെയും നിന്റെ ചരക്കുകൾക്ക് പകരം തന്നു. ദാദാനെ നീയുമായി വ്യാപാരബന്ധത്തിൽ ഏർപ്പെട്ടു. നിന്റെ പ്രത്യേക വ്യാപാര കേന്ദ്രങ്ങളായി ധാരാളം ദ്വീപുകളുണ്ടായിരുന്നു. ആനക്കൊമ്പും കരിന്താളിയും അവിടെ നിന്ന് നിനക്ക് പ്രതിഫലമായി ലഭിച്ചു. നിന്റെ ചരക്കുകളുടെ ബാഹുല്യം നിമിത്തം ഏദോം നീയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടു. അവർ രത്നക്കല്ലുകളും ധൂമ്രവസ്ത്രങ്ങളും ചിത്രത്തിലുള്ള വസ്ത്രങ്ങളും നേർത്ത ചണവസ്ത്രവും പവിഴവും പത്മരാഗവും പകരം തന്നു. യൂദായും ഇസ്രായേൽ ദേശവും നിന്നോട് വ്യാപാരം ചെയ്തു. മിനിയിലെ ഗോതമ്പ്, അത്തിപ്പഴം, തേൻ, എണ്ണ, സുഗന്ധലേപനങ്ങൾ എന്നിവ പകരം തന്നു. നിന്റെ ധാരാളമായ ചരക്കുകളും ബഹുവിധ സമ്പത്തും കണ്ട് ദമാസ്കസ് നിന്നോട് വ്യാപാരബന്ധത്തിൽ ഏർപ്പെട്ടു. ഗേൽസോണിയയിലെ വീഞ്ഞ്, വെളുത്ത ആട്ടിൻ രോമം, ഉസാരിൽ നിന്നുള്ള വീഞ്ഞ്, ഇരുമ്പ് ഉരുപ്പടികൾ, ഏലവർഗം, കറുവപ്പട്ട എന്നിവ നിന്റെ ചരക്കുകൾക്ക് പകരം അവർ കൊണ്ടുവന്നു. രഥത്തിൽ വിരിക്കാനുള്ള പരവതാനി ദാദാനിലെ ജനങ്ങൾ കൊണ്ടുവന്നു. അറേബ്യക്കാരും കേദോൻ പ്രഭുക്കന്മാരുമാണ് ആടുകൾ
കൂറ്റന്മാർ, കോലാടുകൾ എന്നിവയെ നിനക്ക് വിറ്റത്. ഷെബായിലെയും റാമായിലെയും ആളുകൾ നീയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടു. ഏറ്റവും നല്ല ഇനം പനിമുട തൈലങ്ങൾ, വിലപിടിച്ച രത്നങ്ങൾ, സ്വർണം എന്നിവ നിന്റെ ചരക്കുകൾ ഭാരമായി അവർ തന്നു. ഹാരാൻ, കന്നി, ഏദൻ, അഷൂർ, കിൽമാർ എന്നീ രാജ്യങ്ങൾ നീയുമായി വ്യാപാരത്തിൽ ഏർപ്പെട്ടു. അവർ വിശിഷ്ട വസ്തുക്കൾ, ചിത്രത്തിലുള്ള നീലത്തുണികൾ വിരിച്ച ചരട് കൊണ്ട് ബലമേറിയ നാദാവർണ്ണത്തിലുള്ള പരവിധാനുകൾ എന്നിവ നിനക്ക് പകരം നൽകി. താർഷീഷിലെ കപ്പലുകൾ നിന്റെ വ്യാപാര ചരക്കുകളുമായി സഞ്ചരിച്ചു. അങ്ങനെ സമുദ്രമധ്യേ നീ നിറഞ്ഞ് വളരെ ധനികരായി തീർന്നു. തണ്ട് വലിച്ചിരുന്നവർ പ്രക്ഷുബ്ധമായ സമുദ്രത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി. സമുദ്രമധ്യേ കിഴക്കൻ കാറ്റ് നിന്നെ തകർത്ത് കളഞ്ഞു. നിന്റെ ധനവും വിഭവങ്ങളും ചരക്ക് നാവികരും കപ്പിത്താന്മാരും ഒരായൽ പണിക്കാരും വ്യാപാരികളും പടയാളികളും കപ്പൽ ജോലിക്കാരും നിന്റെ നാശത്തിൻ്റെ നാളിൽ നിന്നോടൊപ്പം ആഴിയുടെ അടിത്തട്ടിൽ താണു. നിന്റെ കപ്പിത്താന്മാരുടെ നിലവിളിയാൽ നാട്ടിൻപുറങ്ങൾ നടുങ്ങി. നിന്റെ തണ്ടുവലിക്കാരും നാവികരും കപ്പിത്താന്മാരും കരയിൽ ഇറങ്ങി നിൽക്കുന്നു. അവർ നിന്നെക്കുറിച്ച് ഉറക്കെ കരയുകയും കഠിന ദുഃഖത്തോടെ വിലപിക്കുകയും ചെയ്യുന്നു. അവർ തലയിൽ പൂഴി വിതറി ചാരത്തിൽ കിടന്നുരുളുന്നു. നിന്നെ പ്രതി അവർ ശിരസ് മുണ്ഡനം ചെയ്ത് ചാക്കുടുക്കുന്നു. ഹൃദയവ്യതയോടും അതീവ ദുഃഖത്തോടും കൂടെ വിലപിക്കുന്നു. നിന്നെ പ്രതിയുള്ള അവരുടെ കരച്ചിൽ ഒരു വിലാപഗാനമായി ഉയർന്നു. ടയറിനെ പോലെ സമുദ്രമധ്യത്തിൽ വേറെ ആരെ നശിച്ചിട്ടുള്ളൂ എന്നവർ വിലപിക്കുന്നു. സമുദ്രത്തിൽ നിന്ന് നിന്റെ കച്ചവട സാധനങ്ങൾ വന്നിരുന്നപ്പോൾ അനേകം ജനതകളെ നീ തൃപ്തരാക്കി. നിന്റെ വലിയ സമ്പത്തും ചരക്കുകളും കൊണ്ട് ഭൂമിയിലെ രാജാക്കന്മാരെ നീ സമ്പന്നമാക്കി. ഇപ്പോൾ സമുദ്രം തന്നെ നിന്നെ തകർത്തിരിക്കുന്നു. നിന്റെ വ്യാപാര വസ്തുക്കളും കപ്പലിലുണ്ടായിരുന്നവരും നിന്നോടുകൂടി സമുദ്രത്തിൽ അടിത്തട്ടിലേക്ക് മുങ്ങിപ്പോയി. ദ്വീപ് നിവാസികൾ നിന്നെ ഓർത്ത് സ്തബ്ധരായി. അവരുടെ രാജാക്കന്മാർ പരിഭ്രാന്തരായി. അവരുടെ മുഖത്തെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നു. ജനതകൾക്കിടയിലുള്ള വ്യാപാരങ്ങൾ നിന്നെ നിന്ദിക്കുന്നു. ഭയാനകമായ അവസാനം നിനക്ക് വന്നു കഴിഞ്ഞു. എന്നേക്കുമായി നീ നശിച്ചു കഴിഞ്ഞു. കർത്താവേ, അനുഗ്രഹിക്കണമേ. സമാധാനവും ശാന്തിയും ശക്തിയും നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.